നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ദേവസ്വം ബോർഡിനെ അന്താരാഷ്ട്ര കലാകള്ളക്കടത്തുകാരെയും ബന്ധിപ്പിക്കുന്ന ഗുരുതര സംശയങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക ശില്പം, പീഠം തുടങ്ങി അനവധി പൈതൃക വസ്തുക്കളുടെ അറ്റകുറ്റപ്പണിയുടെ മറവിൽ കോടികളെ സ്വർണം കവർന്നുവെന്ന ആരോപണമാണ് അന്വേഷണം ശക്തമാക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കള്ളക്കടത്തുകാർ, പ്രത്യേകിച്ച് വിലമതിക്കാനാകാത്ത ദേവസ്വം വസ്തുക്കൾ വിദേശ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന സുഭാഷ് കപൂർ എന്ന നോട്ടോറിയസ് ആർട്ട് സ്മഗ്ലർ ഉപയോഗിക്കുന്ന രീതികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തന രീതി ഒട്ടും വ്യത്യാസമില്ലെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. 1999 24 ക്യാരറ്റുള്ള 2519.70 ഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്ന ശ്രീകോവിലിന്റെ പഴയ വാതിൽ 2018-19 മാറ്റിവെച്ചത് 324.40 ഗ്രാം സ്വർണം പൂശിയ പുതിയ വാതിലാണ്. ഇതിൽ തന്നെ ക്രമക്കേടുകളുള്ള വാതിൽ തുറന്നു. അളവെടുപ്പിനും ശരിപ്പകർപ്പിനും മുഴുവൻ അവസരം ലഭിച്ച പോറ്റിയും സംഘവും യഥാർത്ഥ വാതിൽ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇന്നുവരെ മറുപടി നൽകിയിട്ടില്ല. വിജിലൻസ് കണ്ടെത്തലിൽ പോറ്റിയുടെ സഹോദരന്റെ വീട്ടിൽ നിന്നാണ് 2 പീഠങ്ങൾ വീണ്ടെടുത്തത്. ഒന്നിനും യാതൊരു രേഖാമൂലമായ നിയന്ത്രണമില്ലായ്മ ഉണ്ടെന്നതാണ് അന്വേഷണത്തെ കൂടുതൽ സംശയാസ്പദമാക്കുന്നത്. അതിനിടയിൽ 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം ദ്വാരപാലക ശില്പങ്ങളുടെ തൂക്കത്തിൽ 4 കിലോയോളം കുറവ് കണ്ടെത്തിയതും അന്വേഷണം കൂടുതൽ ശക്തമാകുവാൻ കാരണമായി. കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കാനാവില്ല എന്നതാണ്. മതപരമായ പൈതൃക വസ്തുക്കളുടെ അപഹരണമാണ് ഇതിലൂടെ നടന്നതെന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ തുടങ്ങി നേരിട്ടോ പരോക്ഷമായോ ഇതിൽ ഉത്തരവാദികളാകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമം ബാധകമാകുമോ എന്ന് പരിശോധിക്കുക. 2019 അറ്റകുറ്റപ്പണിയിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് തൂക്കമെടുത്ത് കണ്ടെത്തുക. 1999 സ്വർണ്ണാഭരണത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ച് താരതമ്യം ചെയ്യുക. നവംബർ 15 പരിശോധനകൾ പൂർത്തിയാക്കുക. അടച്ചിട്ട കോടതി മുറിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. SIT റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വിഷയം ഡിസംബർ 3 വീണ്ടും പരിഗണിക്കും. ഇനി കേരളത്തിന്റെ ആത്മീയ പൈതൃകത്തെയും ദേവസ്വം സംവിധാനത്തെയും തട്ടിമറിക്കുന്ന ഈ കൊള്ളയുടെ യഥാർത്ഥ മുഖം പുറത്തുവരുന്ന മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വിലമതിക്കാനാകാത്ത പൈതൃക വസ്തുക്കൾ കൊള്ളയടിച്ച് കടത്തുന്നതിൽ കുപ്രസിദ്ധനായ സുഭാഷ് കപൂറിന്റെ രീതികൾക്ക്, അതായത് മോഡസ് ഒപ്പറാൻഡിക്ക് സമാനമായ നടപടികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നതെന്ന് വിലയിരുത്തിയാണ് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന് കോടതി സംശയിക്കുന്നത്. ശബരിമല ശ്രീകോവിലെ വാതിലിൽ 24 ക്യാരറ്റുള്ള 2519.70 ഗ്രാം സ്വർണം 1999 പൊതിഞ്ഞിട്ടുണ്ട്. ഈ വാതിൽ മാറ്റിയാണ് 2018-19 324.40 ഗ്രാം സ്വർണം പൂശിയ പുതിയ വാതിൽ സ്ഥാപിച്ചത്. ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലകർ, പീഠം, ശ്രീകോവിലിലെ മറ്റു വസ്തുക്കൾ തുടങ്ങിയവയുടെ അളവെടുത്ത് ശരിപ്പകർപ്പുകൾ ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യഥേഷ്ടം തന്നെ അവസരം ലഭിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ജ്യോതിശാസ്ത്ര വിലകൾക്ക് ഇവ വിലമതിക്കാനാകും. സ്ട്രോങ് റൂമിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ കൈമാറണമെന്ന് പോറ്റി ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥ വാതിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും കൈമാറിയിട്ടുണ്ടോ എന്നതും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. A പത്മകുമാർ പ്രസിഡന്റായിരുന്ന ഭരണസമിതിയിൽ CPI പ്രതിനിധിയായിരുന്ന ശങ്കരദാസ് അംഗമായിരുന്നു. തന്ത്രിയും ഉദ്യോഗസ്ഥരും തീരുമാനിച്ച കാര്യങ്ങളാണ് ബോർഡ് ശബരിമലയിൽ നടപ്പാക്കിയതെന്നാണ് ശങ്കരദാസിന്റെ മൊഴി. 2019 ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയും ചെമ്പായി മാറിയെന്ന് രേഖപ്പെടുത്തിയതിൽ സംശയം തോന്നിയിരുന്നില്ല. സ്വർണത്തിന്റെ തിളക്കം കുറഞ്ഞെന്നും വീണ്ടും സ്വർണ്ണ പൂഷണമെന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വെച്ച് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി അടുപ്പമില്ല. ശബരിമലയുടെ പേരിൽ യാതൊരു സാമ്പത്തിക ലാഭവും നേടിയിട്ടില്ലെന്നും ശങ്കരദാസ് SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശങ്കരദാസിനൊപ്പം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ റാന്നി കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം തുടർന്ന സാഹചര്യത്തിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കുവാനും സാധ്യതയുണ്ട്. ഈ മാസം 10 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. ശബരിമല സ്വർണ്ണ മോഷണ കേസിന്റെ വിഹിതം ജില്ലയിലെ ചില CPM നേതാക്കൾ കൈപ്പറ്റിയെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മണ്ണടി സ്വദേശി സുധീഷ് കുമാർ
അറസ്റ്റിലാവുന്നതിന് മുൻപ് ഒരാഴ്ചയോളം അടൂരിലെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ സുധീഷിന്റെ വീട്ടിൽ രഹസ്യ ചർച്ച നടത്തിയിരുന്നു. അന്വേഷണവും അറസ്റ്റും മുരാരി ബാബുവിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ CPM നേതാക്കൾക്ക് അപകടമണത്തു. സുധീഷ് കുമാറിന് മോഷണത്തിൽ നിർണായക പങ്കുണ്ടെന്ന വാർത്ത പുറത്തുവന്നതാണ്. ഇതിനിടെയാണ് 2 ആഴ്ചയോളം CPM നേതാക്കൾ രാത്രികാല രഹസ്യ ചർച്ച സുധീഷിന്റെ വീട്ടിൽ നടത്തിയത്. ഇയാൾ തട്ടിയെടുത്തതിന്റെ വിഹിതം മണ്ണടിയിൽ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിനും കിട്ടിയെന്നാണ് വിവരം. നാടൻ പച്ചക്കറി വിപണനം നടത്തുന്നുവെന്ന് പറഞ്ഞ് രാത്രികാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നിറക്കി നാട്ടുകാർക്ക് നൽകി പറ്റിക്കുന്ന രീതി ഈ സംഘം തുടർന്നു പോരുന്നു എന്നാണ് ആക്ഷേപം. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോറിയിൽ പുലർച്ചെ കൊണ്ടിറക്കുന്നതിന്റെ ദൃശ്യം ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ പകർത്തിയിരുന്നു. ഇയാളെ പിടികൂടി ദൃശ്യം മായ്ച്ച ശേഷമാണ് സംഘം ജീവനക്കാരും CPM നേതാക്കളും വിട്ടയച്ചത്. ഈ സഹകരണ സംഘത്തിലേക്ക് കൊള്ളമുതൽ എത്തിയെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. 2022 മെയ് മാസത്തിലാണ് സുധീഷ് സർവീസിൽ നിന്നും വിരമിച്ചത്. അതിനുശേഷം CPMൽ സജീവമാവുകയും നിലവിൽ മണ്ണടി ദേശക്കല്ലുമുക്ക് ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ്. CPM അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ ബന്ധു കൂടിയാണ് ഇയാൾ. സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാകുവാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ചില അംഗങ്ങൾ സമ്മേളനത്തിൽ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു. ശബരിമലയിലും നിലയ്ക്കലിലുമായി നടത്തിയ കോടികളുടെ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. നിലയ്ക്കൽ അന്നദാനത്തിലും ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിലും നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ സുധീഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് വിരമിക്കൽ പ്രായമെത്തിയത്. ഇതോടെ വിജിലൻസ് അന്വേഷണം നിർത്തിവെച്ചു. സകല ആനുകൂല്യങ്ങളും വാങ്ങി വിരമിക്കാൻ സുധീഷ് കുമാറിന് അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചത്. സ്വർണ്ണപ്പാളി വിവാദമുണ്ടായതോടെ സുധീഷ് കുമാറിന്റെ പെൻഷൻ തടയുവാനാണ് ബോർഡ് തയ്യാറെടുക്കുന്നത്. വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് സുധീഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് CPMലെ അടൂർ ലോബി എന്നാണ് പറയപ്പെടുന്നത്. പാർട്ടിയിൽ നിർണായക സ്ഥാനം നൽകാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യത്തോടെ തന്നെ. പ്രവർത്തകരുടെ എതിർപ്പ് കാരണം കപ്പിനും ചുണ്ടിനും ഇടയിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നഷ്ടമായെങ്കിലും CPMലുള്ള സ്വാധീനത്തിന് കുറവൊന്നും വന്നിട്ടില്ല. മുഖം നോക്കാതെയുള്ള അറസ്റ്റുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകുമെന്ന് കണ്ടതോടെയാണ് അടൂരിലെ CPM നേതാക്കൾ നെട്ടോട്ടം ഓടിയത്. മുൻ ജില്ലാ നേതാവ് അടക്കം അങ്കലാപ്പിലാണ്. സുധീഷിനെ വായിൽ നിന്ന് വല്ലതും വീണാൽ ഇവരൊക്കെ കുഴപ്പത്തിലാകും. ഇത് തടയുന്നതിന് വേണ്ടിയാണ് CPM നേതാക്കൾ സുധീഷിന്റെ വീട്ടിൽ തമ്പടിച്ചത്. മൊഴി എങ്ങനെ നൽകണമെന്ന് ഇവർ നിർദ്ദേശിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. സുധീഷ് വാ തുറന്നാൽ മോഷണത്തിന് പങ്ക് പറ്റിയവരും അകത്താകും. ശബരിമല ശ്രീകോവിലിലെ കട്ടിലപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ N. വാസുവിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുകയാണ്. വാസുവിനെതിരെ ഉറച്ച തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കേസിലെ പ്രധാന പ്രതികളായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും മൊഴികൾ നേരിട്ട് വാസുവിന് എതിരാണ്. സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ കത്തടക്കം ലഭിച്ചതാണ് അന്വേഷണത്തിൽ നിർണായകമായി വഴിത്തിരിവുണ്ടാക്കിയത്. വാസു ഇതിനെ നിഷേധിച്ചുവെങ്കിലും രേഖകളും സാക്ഷ്യങ്ങളും ഈ അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായാണ് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്.